ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ചതുർബാഹുവായിട്ടാണ് ശ്രീലകത്ത് ഉണ്ടായിരുന്നത് കേട്ടോ. 4 തൃക്കൈകളോട് കൂടിയിട്ട് ശംഖുചക്ര ഗദാപത്മത്തോട് കൂടിയിട്ടാണ് നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് പൊന്നു ഗുരുവായൂരപ്പൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇന്നലത്തെ ചാർത്തിലും കാണാനായിട്ട്. നല്ല തിളങ്ങി വിളങ്ങി നിൽക്കാന്നൊക്കെ പറയില്ല, നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ നെയ്വിളക്കിന്റെ ശോഭയിൽ നന്നായിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു അലങ്കാരത്തോട് കൂടിയിട്ടായിരുന്നു ഭഗവാൻ ഉണ്ടായിരുന്നു കേട്ടോ. 2 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം വെളുത്ത പൂവായിരുന്നു, നന്ദിയാർവട്ടം. രണ്ടാമത്തേത് നന്ദിയാർവട്ടം, ഇടയിൽ കുറച്ച് തെച്ചിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു. അതിൽ താമരയിതളുണ്ട്, തെച്ചിയുണ്ട്, തുളസിയുണ്ട്. അതിങ്ങനെ മാറി മാറി കോർത്തിട്ടുള്ള രീതിയിലായിരുന്നു ഉണ്ടമാല ഉണ്ടായിരുന്നത്. അതിന് നടുക്കാണ് പൊന്നിൻ കിരീടമൊക്കെ ചൂടിയിട്ട് നെറ്റിയിലൊരു ഗോപി തിലകമുണ്ട്. കാതിലും ഗോപി തിലകാണ് കേട്ടോ ഇന്നലെ ചാർത്തിയിരിക്കുന്നത്. നന്നായിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ടാണ് കരുണാമയനായിട്ടുള്ള നമ്മുടെ ഗുരുവായൂരപ്പൻ നിൽക്കുന്നുണ്ടായിരുന്നത്. കഴുത്തിൽ 3 മാലകളുണ്ട്, ഒരു വളയം പോലത്തെ മാലയുണ്ട്, വേറെ 2 മാലകളുണ്ട് കേട്ടോ. ഈ 4 തൃക്കൈകളിലും തോൾവളകളും കൈവളകളൊക്കെ നല്ല തിളങ്ങുന്ന രീതിയിൽ അണിഞ്ഞിരിക്കുന്നത്. ഒരു താമര പിടിച്ചിട്ടുണ്ട്, ഒരു കയ്യിൽ താമര പിടിച്ചിട്ടുണ്ട്. പിന്നെ ശംഖ് ചാർത്തിയിരിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ ചക്രം ചാർത്തിയിരിക്കുകയല്ല, സ്വർണത്തിന്റെ പിടിച്ചിരിക്കുന്നത്. ഗദയാണ് ചാർത്തിയിരിക്കുന്നത്, അതായത് ശംഖും ഗദയും ചാർത്തിയിട്ടുണ്ട്. ചക്രം സ്വർണത്തിന്റെ ആണ്. ഒരു താമരപ്പൂവും പിടിച്ചിട്ട് ശംഖുചക്ര ഗദാപത്മത്തോട് കൂടിയിട്ട് ചതുർബാഹുവായിട്ട് നിൽക്കുന്ന നമ്മുടെ ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നത്. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു കസവിന്റെ എന്താ പറയുക, നല്ല തിളക്കുള്ള സ്വർണ്ണ കസവ് കൊണ്ട് ഇങ്ങനെ ഞുറിഞ്ഞെടുത്തിട്ടുണ്ട്. അത് അര മുതൽ ആ പാദം വരെ കാണാനായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നലെ കാൽത്തളകൾ ഇങ്ങനെ വേറിട്ട് കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയും നല്ല നീളത്തിലായിരുന്നു, നല്ല തിളക്കുണ്ടായിരുന്നു ഇന്നലെ ആ ഉടയാടയ്ക്കാണെങ്കിലും ആഭരണങ്ങൾക്കൊക്കെ ആണെങ്കിലും കൂടെ. അങ്ങനെ നമ്മളെല്ലാം അനുഗ്രഹിക്കാനായിട്ട്, നമ്മളെയൊക്കെ സംരക്ഷണത്തിനായിട്ട് വന്നിരിക്കുന്ന ഒരു ഗുരുവായൂരപ്പനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഉണ്ണി ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ആ ഒരു രൂപം ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട്, ആ ചതുർബാഹുവായിട്ടുള്ള ഗുരുവായൂരപ്പനെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഗുരുവായൂരപ്പനെ ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ.